നമ്മളെ 2 തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നുള്ള അപ്പോസ്തലനായ പൗലോസിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അതിൻ്റെ യാഥാർത്ഥ്യ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാനിത് പറയുന്നത് സത്യത്തെ അനുസരിപ്പാനും സത്യത്തെ അറിയുവാനും യാഥാർത്ഥ്യങ്ങളെ ഗ്രഹിപ്പാനും ആഗ്രഹമുള്ള ഒരു തലമുറയോട് സംസാരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് വാസ്തവമായിട്ട് കർത്താവിൻ്റെ പ്രത്യക്ഷത എന്ന വാക്ക് എന്താണ്, പറോസിയ. ഞാൻ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അതിൻ്റെ ഫുൾ സ്ട്രെങ്തിൽ അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് പറയാനുള്ള സാവകാശം നമുക്കില്ല, കൊച്ചു വീഡിയോ ആയതുകൊണ്ട്. അപ്പം അതിൻ്റെ ജസ്റ്റ് ഒരു സൂചനകൾ മാത്രമായിരിക്കും നമ്മുടെ വീഡിയോയിൽ തരുന്നത്. ആദ്യം നമ്മൾ ഇതിനകത്ത് പഠിച്ചത് കർത്താവിൻ്റെ പ്രത്യക്ഷത എന്താ, വാട്ട് ഈസ് ദ പറോസി ഓഫ് ക്രൈസ്റ്റ്. രണ്ടാമത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് അവൻ്റെ അടുക്കിലേക്കുള്ള സമാഗമനം, എപ്പിസിനോഗോഗെ എന്ന് പറഞ്ഞാൽ ഗ്യാതറിങ് ടുഗദർ. അത് ചർച്ചിനെ ഒരുമിപ്പിക്കുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാറ്റിനെയും ഒരുമിപ്പിക്കുന്ന റിസറക്ഷൻ എല്ലാം കൂടെ ചേർന്ന ഒരു പദമാണത്. അല്ലാതെ ചർച്ചിനെ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്ന ഒരു കോൺസെപ്റ്റ് അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് പൊതുവേ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്, കർത്താവ് ഇങ്ങോട്ട് മേളിൽ നിന്ന് വരും, നമ്മളെല്ലാം കൂടെ റാഞ്ചിക്കൊണ്ട് പോകുന്നുള്ളത്. അത് ഒരു 1800-കൾക്ക് ശേഷം ക്രൈസ്തവ സഭയിൽ വന്ന കൂടിയ ഒരു ഡാർബിയുടെ ഒരു തിയറിയാണ്, ഡിസ്പെൻസേഷണൽ തിയറിയുടെ ഭാഗമാണ്. ഇതൊരു ആദിമസഭയൊന്നും അത് വിശ്വസിച്ചിരുന്നില്ല. തെസ്സലോനിക്കയിൽ ഉള്ള സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഒരിക്കലും അപ്പോസ്തലനായ പൗലോസ് അത് ചിന്തിച്ചിട്ട് പോലുമില്ല. നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം അതിൻ്റെ 3-ാം വാക്യം, 2 തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ആ 3-ാമത്തെ വാക്യത്തിനകത്ത് 2 കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ഡോണ്ട് ബി ഡിസീവ്ഡ്, സോ ബി വൈസ്. നിങ്ങൾ വളരെ ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും രണ്ടാമത് നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ഈ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം എന്നത് എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോ സംസാരിക്കാം. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ബ്രദറൻ പെൻഡക്കോസ്റ്റൽ ഇവാഞ്ചലിക്കൽ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ബൈബിൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ ഫോളിങ് അവേ. അതായത് എല്ലാവരും വളരെ കർക്കശമായിട്ട് പറയുന്നു കർത്താവിൻ്റെ വരവിന് തൊട്ട് മുമ്പ് ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസത്യാഗം സംഭവിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ, അത് ഫോളിങ് അവേ, അതായത് ആളുകളെല്ലാം വിശ്വാസം കളഞ്ഞിട്ട് മറതലിച്ചിട്ട് പൊക്കളയും എന്ന് പറയുന്ന ഒരു ടീച്ചിങ്സാണ്, പോപ്പുലർ ടീച്ചിങ്സാണ്. അതിനകത്ത് യാതൊരു തർക്കമില്ല. നമുക്ക് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് പരിശോധിക്കാനാണ് ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വേർഡ് എന്ന് പറയാം അപ്പോസ്റ്റാസിയ എന്ന് പറയും. അപ്പോസ്റ്റാസിയ എന്ന വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് 2 അർത്ഥമാണുള്ളത്. ഒന്ന്, അക്കോർഡിംഗ് ടു സ്ട്രോങ്സ് കൺകോർഡൻസിലും മറ്റ് എല്ലാ ഗ്രീക്ക് ഡിക്ഷണറീസ് നിങ്ങൾ പരിശോധിച്ചാൽ 2 പ്രധാന രീതിയിലാണ്. ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് കൂടുതൽ ആളുകൾ പറയുന്നത് റിബലിയൻ എന്ന വാക്കാണ്. റിബലിയൻ. മറ്റേ വാക്കെന്ന് പറയുന്നത് അല്ലെങ്കിൽ റിബലിയൻ അല്ലെങ്കിൽ റിവോൾട്ട്, കലഹം. രണ്ടാമത് കൊടുത്തിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് ഫോളിങ് അവേ അല്ലെങ്കിൽ ഡിഫെക്ഷൻ അല്ലെങ്കിൽ ഡിപ്പാർച്ചർ. അപ്പോൾ ഈ 2 പദങ്ങളുണ്ട്. ഒന്ന് ഡിപ്പാർച്ചർ അല്ലെങ്കിൽ ഡിഫെക്ഷൻ, അല്ലെങ്കിൽ മറു സൈഡിൽ റിവോൾട്ട് അല്ലെങ്കിൽ റിബലിയൻ. അപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അതിനെ കൊടുക്കാം. കാരണം ഞാനിത് വെറുതെ പറയുകയല്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഏകദേശം ഒരു കുറച്ചേറെ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അതായത് ബൈബിളിൻ്റെ വേർഷൻസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിനകത്ത് കുറേ വേർഷൻസ് നോക്കിയപ്പം CEV എന്ന് പറയുന്ന ഒരു വേർഷൻ പറയുന്നത് ബട്ട് ഡോ നോട്ട് ബി ഫൂൾ, പീപ്പിൾ വിൽ റിബൽ അഗൻസ്റ്റ് ഗോഡ്. ദൈവത്തിന് വിരോധമായിട്ട് റിബൽ ആകുമെന്നെടുത്ത് കൊടുത്തിരിക്കുന്നു. മറ്റിടത്ത് പറഞ്ഞിരിക്കുന്നത് വേറൊരു വേർഷൻ പറയുന്നത് DRBക്കകത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, സോ ലെറ്റ് നോ മാൻ ഡിസീവ് യു ബൈ എനി മീൻസ് ഫോർ അൺലെസ് ദർ കം എ റിവോൾട്ട് ഫസ്റ്റ്. റിവോൾട്ട് ആദ്യം ഉണ്ടാവണം, റിബലിയൻ. അതുപോലെ തന്നെ മറ്റ് ESV ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് ലെറ്റ് നോൺ ഡിസീവ് യു ഇൻ എനി വേ ഫോർ ദ ഡേ വിൽ നോട്ട് കം അൺലെസ് ദ റിബലിയൻ കം ഫസ്റ്റ്. റിബലിയൻ വരുന്നതിന് ശേഷമേ അത് വരത്തുള്ളൂ. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അതുപോലെ തന്നെ ഗുഡ് ന്യൂസ് ബൈബിൾ പറയുന്നത്, അല്ലെങ്കിൽ GW പറയുന്നത് ഇങ്ങനെയാണ്, ഡോണ്ട് ലെറ്റ് എനി വൺ ഡിസീവ് യു അബൌട്ട് ദിസ് ഇൻ എനി വേ ദാറ്റ് ഡേ കനോട്ട് കം അൺലെസ് എ റിവോൾട്ട് ടേക്ക് പ്ലേസ് ഫസ്റ്റ്. അതായത് കർത്താവിൻ്റെ നാള് വരുന്നതിന് തൊട്ട് മുമ്പ് വലിയൊരു കലഹം ഉണ്ടാകും, ഒരു റിവോൾട്ട് ഉണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇത് എഴുതുന്ന 2000 ഇയേഴ്സിന് മുമ്പ് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു,
അപ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത്, വിശ്വാസത്യാഗം എന്ന് പറയുന്നത് കോമൺ, എല്ലായിടത്തും എപ്പോഴും സംഭവിക്കുന്ന കാര്യം. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന റിബലിയൻ ഉണ്ടാകും, റിവോൾട്ട് ഉണ്ടാകും എന്നാണ്. അതുപോലെ ISV പറയുന്നതിന് ഡു നോട്ട് ലെറ്റ് എനിവൺ ഡിസീവ് യു ഇൻ എനി വേ ഫോർ ഇറ്റ് വിൽ നോട്ട് കം അൺലെസ് ദ റിബലിയൻ ടേക്ക് പ്ലേസ്. കലഹം ഉണ്ടാകുന്നതിന് ശേഷം മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഫുള്ള് ഒരുപാട് വേർഷൻസ്, ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡേൺ വേർഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ കയ്യിലുള്ള എല്ലാ വേർഷൻസും പറയുന്നത്, ഞാൻ ഈ മലയാളത്തിലൊരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വേർഷൻ പറയാം, ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ വിഡ്ഢികളാക്കാൻ ആരും അനുവദിക്കരുത്. ദൈവത്തിനെതിരായി കലാപമുണ്ടാകാതെ കർത്താവ് വരികയില്ല. കലാപം. അപ്പം റിവോൾട്ട്, റിബലിയൻ എന്ന പദമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം വിശ്വാസത്യാഗം എന്നവിടെ ഉദ്ദേശിക്കുന്നത് ആളുകൾ കർത്താവിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് പൊയ്ക്കളയും എന്നൊരു അർത്ഥമല്ല. പിന്നെന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അത് അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതുന്നതിന് 14 വർഷത്തിന് ശേഷം AD 66 ആണ് വാസ്തവത്തിൽ ഇസ്രായേൽ യഹൂദന്മാരുടെ ഇടയിൽ യെരൂശലേമിൽ കലഹം ആരംഭിച്ചു, റിവോൾട്ട് ആരംഭിച്ചു. അത് സീലറ്റ്സ്, അതായത് നമ്മുടെ യഹൂദന്മാരുടെ ഇടയിലുള്ളൊരു കലാപകാരികളാണ് ഈ സീലറ്റ്സ് മൂവ്മെന്റ്സ് എന്ന് പറയും. ഈ സീലറ്റ്സ് കലാപമുണ്ടാക്കി. കാരണം അവർ ആർക്കെതിരെ കലാപം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, ഈ യഹൂദന്മാരായിരിക്കുന്ന ഈ സീലറ്റ്സ് മൂവ്മെന്റ്സിന്റെ ആളുകൾ യെരൂശലേമിൽ റോമാക്കാരുടെ ആധിപത്യത്തിനെതിരെയും അവർക്ക് കപ്പം കൊടുക്കുന്നതിനെതിരെയും ഒക്കെയുള്ള കർശനമായ കലാപങ്ങൾ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യെരൂശലേമിൽ കലാപം ആരംഭിക്കും. അപ്പം കർത്താവിൻ്റെ നാൾ വരുന്നതിന് മുമ്പ് വിശ്വാസത്യാഗം സംഭവിക്കും എന്നതിൻ്റെ അപ്പോസ്തലനായ പൗലോസ് പറയാൻ കാരണം അതിനുള്ള കാരണം, ഇത് എഴുതുന്ന സമയത്ത് തന്നെ, അതായത് കലാപം ഉണ്ടാകുന്ന 14 വർഷത്തിന് മുമ്പ് തന്നെ യെരൂശലേമിൽ ഇതിനെ സംബന്ധിച്ചതായ കലാപത്തിൻ്റെ വിത്തുകൾ പാകി, അല്ലെങ്കിൽ വിത്തുകൾ വളർന്നു വന്നുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ പ്രതിസന്ധികൾ ആരംഭിച്ചിരുന്നു. കാരണം അവിടെ എനിക്ക് തോന്നുന്നു റോമൻ സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള റിവോൾട്ട് ഇസ്രായേലിലെ ആളുകളുടെ ഇടയിൽ തന്നെ ശക്തമായ നിലയിൽ ആരംഭിച്ചിരുന്നു. അതിൻ്റെതായ ധ്വനികൾ അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതുന്ന സമയത്ത് തന്നെ കേട്ടിരുന്നു. അപ്പം ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവിൻ്റെ നാളിന് മുമ്പ് തന്നെ കലാപമുണ്ടാകും എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറക്കുക. അതായത് ഇത് എന്ത് പറയുന്നത്, കർത്താവിൻ്റെ നാളിന് മുമ്പ് എന്തോ വലിയ വിശ്വാസത്യാഗം സംഭവിച്ച് എല്ലാവരും പിന്മാറ്റത്തിൽ പോകുന്നല്ല. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് റിവോൾട്ട് അല്ലെങ്കിൽ റിബലിയൻ. ഈ റിബലിയൻ, കാരണം ഇത് എഴുതുന്ന പോളിന് അറിയാം, അവിടുത്തെ സാഹചര്യങ്ങൾ അറിയാം, അവിടുത്തെ അന്തരീക്ഷം അറിയാം. യെരൂശലേമിൽ റിവോൾട്ട് ഉണ്ടാകും. നിങ്ങൾ കൃത്യമായിട്ട് നല്ലതായിട്ട് ചരിത്രം, പ്രത്യേകിച്ച് ജോസിഫസിന്റെ പുസ്തകം വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരണം ഹിസ്റ്റോറിക്കലി ജോസിഫസ് തൻ്റെ വാർ ഓഫ് ദ ജ്യൂസ് എന്ന പുസ്തകത്തിലുണ്ട്. കാരണം ആ റിവോൾട്ടിനോടനുബന്ധിച്ചാണ് യെരൂശലേമിലേക്ക് പിടിക്കാനായിട്ട് ടൈറ്റസ് വരുന്നതും പിൽക്കാലത്ത് യെരൂശലേം തകർക്കപ്പെടുന്നതും എല്ലാം. മഹാകലാപവും മഹാപീഡനവും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ എല്ലാം കാരണമെന്ന് പറയുന്നത് ആ സീലറ്റ്സ് മൂവ്മെന്റ് അവിടെ ആരംഭിച്ചതായ കലാപമാണ്. അപ്പം അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കരോട് പറയുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ആരെങ്കിലും വല്ല പ്രസംഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട്, പ്രവചിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇളകിയൊന്നും പോകല്ലേ. അതിന് മുമ്പ്, അതായത് കർത്താവിൻ്റെ നാൾ വരുന്നതിന് മുമ്പ് വലിയ കലാപമുണ്ടാകും, വലിയ റിബലിയൻ ഉണ്ടാകും എന്ന് കൃത്യമായ നിലയിൽ സഭയെ ഓർമ്മിപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ട്രൂത്ത്, ഇത് 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ അച്ചാച്ചന്മാർ ഇനി എത്ര പ്രസംഗിച്ച് ഉറപ്പിച്ചാലും ഈ കോൺക്രീറ്റ് ഉറക്കത്തില്ല. കാരണം ഇത് ഓൾറെഡി സംഭവിച്ച കഥയാണ്. റിവോൾട്ട് സംഭവിച്ചു. നിങ്ങൾ ആ ജോസിഫസിന്റെ പുസ്തകം വാർ ഓഫ് ദ ജ്യൂസ് ഒന്ന് വായിച്ചു നോക്കണം. ഞാനത് വായിച്ചിട്ടുണ്ട്. ഞാൻ വെളിപ്പാട് പുസ്തകത്തെ വ്യാഖ്യാനിക്കാനും വെളിപ്പാട് പുസ്തകം മനസ്സിലാക്കാനും ഞാൻ മനസ്സിലാക്കിയത് ഹിസ്റ്റോറിക്കലി സംഭവിച്ചു കഴിഞ്ഞതായതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾറെഡി റെക്കോർഡഡ് ഇൻ ദ ബുക്ക് ഓഫ് ജോസിഫസിന്റെ പുസ്തകങ്ങൾക്കകത്ത്, പ്രത്യേകിച്ച് വാർ ഓഫ് ദ ജ്യൂസിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്ന് പറയുന്നത്, ക്രൈസ്റ്റ് അപ്പം ഈ ദൈവത്തിൻ്റെ നാൾ, കർത്താവിൻ്റെ നാളെന്നൊക്കെ പറഞ്ഞ് ജഡ്ജ്മെന്റ് ഡേ കേട്ടോ, ലാസ്റ്റ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, യഹോവയുടെ നാളെന്ന് പറഞ്ഞിട്ടുണ്ട്, യഹോവയുടെ വലുതും ഭയങ്കരമായ നാളെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒത്തിരി പദങ്ങളാണ് അതോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ദൈവത്തിൻ്റെ നാൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ജഡ്ജ്മെൻ്റാണ്, ഇസ്രായേലിനോടുള്ള ജഡ്ജ്മെൻറ്റ്. ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഈ ജഡ്ജ്മെൻറ്റ് ഒത്തിരി ആൾ പറയാറുണ്ട്, മനുഷ്യൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവനെ വീണ്ടും ജഡ്ജ് ചെയ്യും. അങ്ങനൊന്നും ബൈബിളിലൊന്നുമില്ല. മരണത്തിന് ശേഷം എല്ലാം ജഡ്ജ്മെൻറ്റ് ഈസ് ഓൺലി ടു ജൂയിഷ് കമ്മ്യൂണിറ്റിയോടാണ് സംസാരിക്കുന്നത്. കാരണം ന്യായപ്രമാണത്തിൻ്റെ പേരിലാണ് ജഡ്ജ്മെൻറ്റ്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറയുന്നത് കേട്ട്, നമ്മളെല്ലാവരും കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. നിങ്ങളത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി. ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് അവരും കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യൻ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. ഈ നല്ലതും തീയതും ന്യായപ്രമാണമാണ്. ഇത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ വെള്ളസിംഹാസന ന്യായവിധി നോക്കി, വെള്ളസിംഹാസനത്തിൻ്റെ അവിടെ ആരെ കൊണ്ട് നിർത്തിക്കുന്നത്? അവനവൻ ചെയ്ത പ്രവൃത്തിക്ക് തക്ക ന്യായവിധി ഉണ്ടായി.
അപ്പം ന്യായം വിധിക്കുന്നത് പ്രവൃത്തിക്ക് തക്കാണെങ്കിൽ അത് ദാറ്റ് ഇസ് നോട്ട് അക്കോർഡിംഗ് ടു ദ ന്യൂ കവനന്റ്, ഇറ്റ്സ് അക്കോർഡിംഗ് ടു ദ ഓൾഡ് കവനന്റ്. നിങ്ങളിത് മനസ്സിലാക്കി. ഇപ്പം ബൈബിൾ ഇങ്ങോട്ട് കൈ കിട്ടിയിട്ട് പറയാം, ഓഹോ ഇത് എൻ്റെതാ, കാണുന്ന മൊത്തം വായി വലിച്ച് തിന്നരുത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, തേങ്ങ കൈ കിട്ടിയ ഉടനെ ദൈവം തന്ന തേങ്ങയാണ് എന്ന് വെച്ചോണ്ട് അതിൻ്റെ തൊണ്ട ആദ്യം തിന്നുക, പിന്നെ ചിരട്ട തിന്നുക, പിന്നെ അവസാനം അത് തിന്നുമ്പോൾ തന്നെ അവൻ ചത്തുപോകും. അപ്പോൾ ഈ വേദോസം കയ്യിലെടുക്കുമ്പോൾ ഉടനെ തേങ്ങ കിട്ടിയതിൻ്റെ കൂടെ നോക്കിയിട്ട് വേണം ഇതിനകത്ത് എന്താ കഴിക്കേണ്ടത്, എന്താണ് ഭക്ഷിക്കേണ്ടത്, ഇതിനകത്ത് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് ആദ്യം വെക്കണം. അപ്പം ജൂവിനോട് സംസാരിച്ചിട്ടുണ്ട്, ന്യായപ്രമാണത്തിന് കീഴിലുള്ള ജനത്തോട് സംസാരിച്ചപ്പോൾ ജഡ്ജ്മെന്റ് ഡേ ആണ്. യഹോവയുടെ വലുതും ഭയങ്കരമായ നാളെന്ന് പറയുന്നത്, ദൈവത്തിന്റെ നാളെന്ന് പറയുന്നത്, കർത്താവിന്റെ നാളെന്ന് പറയുന്നത്, കർത്താവ് ഇസ്രായേലിനെ ന്യായം വിധിക്കാനായിട്ട് വരുന്ന നാളാണ്. അപ്പം ആ നാളാണ് ആക്ച്വലി, ആ നാളിലാണ് അവർക്ക് ജഡ്ജ്മെന്റ്. ആ ജഡ്ജ്മെന്റ് എങ്ങനെയാണ് സംഭവിച്ചത്? അവരവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കാണാണ്. അപ്പം കൃപയാൽ രക്ഷിക്കപ്പെട്ട ഞാൻ ദൈവത്തിന് മുമ്പ് ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം ജഡ്ജ്മെന്റ് പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് അബ്സല്യൂട്ട്ലി നോൺസെൻസ് ആണ്. നമുക്കിതിലേക്ക് പ്രവേശനം ലഭിച്ചത് കൃപയാലും കരുണയാലുമാണ്. ഇപ്പം കൃപയാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ ദൈവത്തിന്റെ മഹാകരുണയാൽ ഈ രക്ഷയിലേക്കും ദൈവകൃപയിലേക്കും പ്രവേശിച്ച എനിക്ക്, അല്ലെങ്കിൽ കർത്താവ് പിന്നെ ന്യായം വിധിക്കാൻ വെച്ചേക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ന്യായം വിധിക്കുന്നു? അങ്ങനെ അന്ന് തുടക്കത്തിലെ പറയണമായിരുന്നു, മര്യാദയ്ക്കൊക്കെ ജീവിച്ച കൃപ തരാൻ, രക്ഷ തരാമെന്ന് പറയണമായിരുന്നു. അങ്ങനെ അല്ല. ഇത് വിശ്വാസത്തിന്റെ മാർഗ്ഗമാണ്. ഇത് കൃപയാലാണ് സാധ്യത. ഒടുക്കത്തെ ന്യായവിധി എന്നൊക്കെ ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഈ ഒടുക്കത്തെ ന്യായവിധി എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടേതാണെന്ന് വിചാരിക്കരുത്, പ്ലീസ്. അതുകൊണ്ടാണ് ഈ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും പാസ്റ്റർമാരോട് പറയാറുണ്ട്, ഈ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയോ? സത്യവചനം ബൈബിൾ എടുത്തിട്ട് അക്ഷരം പ്രതി പ്രസംഗിക്കുക എന്നല്ല. റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗോഡ് എന്നാണ്. റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ്. വചനത്തെ കൃത്യമായ നിലയിൽ ഡിവൈഡ് ചെയ്ത് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായിട്ട് നിൽക്കാൻ ശ്രമിക്കണമെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ഇന്നത്തെ ഉദ്ദേശിമാർ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ട അപ്പോസ്തലന്മാരുടെ മുമ്പിൽ വന്ന് അവർ കൂവിന്ന് കൂവും. കാരണം നാണം കെട്ട മണിയായി പ്രസംഗിക്കുന്നത്. സത്യവചനം യഥാർത്ഥത്തിലല്ല പ്രസംഗിക്കുന്നത്. കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. കാരണം ന്യൂ കവനന്റ് ഓൾഡ് കവനന്റിന് ഇടയ്ക്ക് ഒരു നേർരേഖയുണ്ട്. അത് കൃത്യമായ നിലയിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് വേണം പ്രസംഗിക്കാൻ. എല്ലാ വാക്യങ്ങളും എടുത്തിട്ട് സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് കൊടുക്കരുത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന സാരം, വിശ്വാസത്യാഗം സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവോൾട്ട് ഉണ്ടാകണം. ഇത് ഹിസ്റ്റോറിക്കലി സംഭവിച്ച കാര്യമാണ്. അല്ലാതെ വിശ്വാസത്തിൽ നിന്ന് ആളുകൾ പൊയ്പോകുന്ന കഥയല്ല. ഇത് AD 66 സംഭവിച്ചു. സീലറ്റ്സ് മൂവ്മെന്റ്സ്. ആ സീലറ്റ് മൂവ്മെന്റ്സും അതിനോടനുബന്ധരായ കലാപകാരികൾ യെരുശലേമിൽ ആരംഭിച്ച കലാപത്തിന്റെ റിസൾട്ടാണ് AD 70 യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടതും അതിശക്തമായ നിലയിൽ ന്യായവിധി വെളിപ്പെടുകയും ചെയ്തു. നിങ്ങളിത് മനസ്സിൽ കരുതുക. അല്ലാതെ ഇനിയും ഭാവിയിൽ എന്തോർണം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള വിഡ്ഢിത്തരങ്ങൾ വിശ്വസിച്ച് ജീവിതം കളയരുത്. നമുക്ക് ആ പാടെ ഒരു ജീവിതമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ പറയാം, ദയവ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് കളയരുത്. നമുക്ക് കർത്താവ് തന്ന ഏറ്റവും മനോഹരമായൊരു ജീവിതം, സന്തോഷത്തോടെ കർത്താവിനെ സ്നേഹിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് ഈ ലോക ജീവിതം ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റും. ഈ ആവശ്യമില്ലാത്ത കെട്ടുകഥകൾ വിശ്വസിച്ച് അത് ന്യായവിധിയെക്കുറിച്ചുള്ള പേടി, കർത്താവ് വരുമ്പോൾ പോവുമോ എന്നറിയത്തില്ല, രക്ഷയെക്കുറിച്ച് തന്നെ ഒരു സ്വസ്ഥതയില്ല അവർക്ക്. ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ, പോകുമോ, വരുമോ, എൻ്റെ വരവിൽ എടുക്കപ്പെടുമോ, ഇതെന്തൊരു ജീവിതമാണോ ഇതൊക്കെ? എനിക്കത് അറിയാമേ ചോദിക്കും. ഒരു സ്വസ്ഥതയില്ല. എടുക്കപ്പെടുമോ അറിയത്തില്ല, പോവോ അറിയത്തില്ല, നിത്യത്തെ പോവോ അറിയത്തില്ല. പിന്നെ എന്തിനാ ഇത്? എന്തൊന്നാ വിശ്വസിച്ചേക്കുന്നത്? എന്തുവാ ഈ ക്രിസ്തുവിൻ്റെ മാർഗം എന്ന് പറഞ്ഞു? ഇത്രയും അബദ്ധങ്ങളിൽ ജീവിക്കുന്ന ജനത എല്ലാ ക്രിസ്ത്യാനിയല്ല കേട്ടോ, ഈ വേർതിരിക്കപ്പെട്ട ഈ കൂട്ടമാണ്. നിങ്ങൾ ദയവായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നൽകിയ രക്ഷ, ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ദിവസം ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഈ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇതിട്ടായിരുന്നു, ഒരു പോസ്റ്റ് ഇടായിരുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ ചോദിക്കുന്ന ചോദ്യമല്ലേ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? ചില ഉപദേശിമാർ ചോദിക്കും, എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടതെന്ന് ചോദിച്ചു. എവിടുന്ന്? അടുത്ത് വേറൊരു ചോദ്യമുണ്ട്, നിങ്ങൾ വീണ്ടും ജനിച്ചതാണോ? എന്താ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് പോലെ അർത്ഥം അറിയാമെന്ന് തോന്നുന്നു. നിങ്ങൾ വീണ്ടും ജനിച്ചതാണോ? നിങ്ങൾ വീണ്ടും ജനിച്ചതാണോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഈ കുറുക്കന്മാർ ജനങ്ങളുടെ അടുക്കലോട്ട് വരുന്നത്. അപ്പം ജനങ്ങൾ പേടിച്ചു, അതെപ്പോഴും സംഭവിച്ചു, ഒരു പിടിയില്ല. അങ്ങനെയാ എൻ്റെ വീട്ടിൽ ഞങ്ങൾ വർത്തമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഈ ചോദ്യം കൊണ്ടാണ് ഈ കുറുക്കന്മാർ കയറി വന്നത്. നിങ്ങൾ വീണ്ടും ജനിച്ചതാണോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? കാരണം ഇവരുടെ കയ്യിലാണ് രക്ഷ. ഇങ്ങനെ റേഷൻ കാർഡിനകത്ത് കൊടുക്കുന്ന പോലെ റേഷൻ അരിയായിട്ട് വെച്ചേക്കുന്നത് ഇവരുടെ കയ്യിലേ ഉള്ളൂ രക്ഷ. 100 വർഷത്തിന് മുമ്പ് ഉണ്ടാക്കിയ ആളുകളുടെ കയ്യിലാണ് രക്ഷ. ബാക്കി എല്ലാവരും 1900 വർഷം ഇവരുടെ കർത്താവിൻ്റെ രക്ഷയില്ല, വിടുതലും ഇല്ല, ഒന്നുമില്ല. ഒരു പുതിയ ആൾ വന്നിട്ടാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? ഇത് വഞ്ചനയാണ്. രക്ഷിക്കപ്പെടാമെന്ന് ചോദിച്ചാൽ തിരിച്ചു വെക്കണം. എവിടുന്നാണ് രക്ഷിക്കപ്പെടേണ്ടത്? എവിടുന്ന് രക്ഷിക്കപ്പെടണം?
അപ്പം പറയും പാപത്തിൽ നിന്ന്. താങ്കൾ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടോ? അത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. എന്തൊക്കെ ന്യായങ്ങളാണെന്നറിയോ എൻ്റെ സഹോദരി സഹോദരന്മാരെ. ഞാനിത് പരിഹാസരൂപേണ പറയല, വിഷമം കൊണ്ടങ്ങ് പറയും. അതുകൊണ്ട് ഈ തെസലോനിക്ക ലേഖനത്തിലെ ആ വാക്യം നിങ്ങൾ മറക്കല്ലേ. അതായത് വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം കർത്താവിൻ്റെ നാള്, അതായത് ജഡ്ജ്മെൻ്റ് ഡേ, ന്യായവിധി. അത് അന്നാ വന്നത് കേട്ടോ, നമുക്കല്ല, ഇന്നല്ല, നാളെ വരാനുള്ളതുമല്ല. ജഡ്ജ്മെൻ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ജഡ്ജ്മെൻറ്റ്. ഇപ്പം ജഡ്ജ്മെൻറ്റ് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ കോടതിയിൽ ഒരു ജഡ്ജ്മെൻറ്റ് നടക്കുക. എന്തിൻ്റെ പേരിലാണ് ജഡ്ജ്മെൻറ്റ് നടക്കുന്നത്? അക്കോർഡിംഗ് ടു ദ ലോ, നിയമം വെച്ച് അല്ലെങ്കിൽ സാഹചര്യം വെച്ചല്ല ജഡ്ജ് ചെയ്യുന്നത്. ക്രിമിനൽ കുറ്റം ചെയ്ത് കുറ്റത്തിൻ്റെ പേരിലും അല്ല ജഡ്ജ് ചെയ്യുന്നത്. ആ കുറ്റത്തിന് എന്താ ലോ എന്താണ് പറയുന്നത്, നിയമം എന്താണ് അനുശാസിക്കുന്നത്, ആ കുറ്റം ചെയ്താൽ എന്താണ് ഇയാൾക്ക് ശിക്ഷ കൊടുക്കണം, നിയമം എന്ന് പറഞ്ഞാൽ ആ നിയമത്തിനനുസൃതമായി മാത്രമേ ജഡ്ജ്മെൻ്റ് ഉള്ളൂ. അപ്പോൾ ക്രിസ്തുവിനെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ചെയ്ത് നല്ലതും തീയെന്നൊക്കെ പറയുമ്പോൾ എവിടെ എന്താ? ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ഇറ്റ്സ് നോട്ട് ജൂഷ്. ഇപ്പം ചേർച്ചിനല്ല പ്രിയപ്പെട്ടവരെ ജഡ്ജ്മെൻറ്റ്. യഹൂദന് വരേണ്ടതെല്ലാം എടുത്തിട്ട് സഭയുടെ തല കൊണ്ടിട്ടേക്കുക. ആലോചിച്ച് നോക്കി. യഹൂദന് ഇടേണ്ടതെല്ലാം എടുത്തിട്ട്, യഹൂദന്മാർക്ക് ഇടേണ്ടതെല്ലാം എടുത്ത്, യഹൂദൻ്റെ തല വീഴേണ്ടതെല്ലാം എടുത്തിട്ട് പൊക്കിയെടുത്ത് ചർച്ചിൻ്റെ തലയെ കൊണ്ടിട്ടേക്കുക. ജഡ്ജ്മെൻറ്റ് വരുന്നു, കർത്താവ് വരുന്നു, ന്യായവിധി വരുന്നു, അന്തിക്രിസ്തു വരുന്നു. ഇത് സത്യം പറഞ്ഞ ഒരു കോമഡി താരങ്ങളായി. സ്വർഗമൊക്കെ ഇരുന്ന് ചിരിക്കുവാണോ കരയുവാണോ എനിക്കറിയത്തില്ല എന്താണ് ഇതൊക്കെ കണ്ടിട്ട്. നിങ്ങൾ ആദ്യം മനസ്സിലായി ഓൾഡ് കവനന്റ് എന്താണ്, ന്യൂ കവനന്റ് എന്നാണ് ആദ്യം മനസ്സിലായി. ഇതിപ്പം എനിക്ക് തോന്നുന്നു 2010 ന്യൂ കവനന്റ് ഓൾഡ് കവനന്റ് എന്ന് പറഞ്ഞ് തിരിച്ചു പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഈ പറയാൻ തുടങ്ങി ഞങ്ങളുടെ കാര്യത്തിൽ കഷ്ടത്തിലായി. കാരണം എന്ന് പറയുമ്പോൾ ഈ ഗ്രൂപ്പ് നന്നാവത്തൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ തലമുറ, അതായത് ഇന്ന് ഈ കുറെ പഴഞ്ചൻ ആളുകളുണ്ടല്ലോ, ഇവർ കാലഹരണപ്പെട്ട് പോയാൽ മാത്രമേ അടുത്ത തലമുറയെങ്കിലും ബുദ്ധിയുള്ളവർ, വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ആളുകൾ ഇതെന്താന്ന് ചിന്തിക്കാൻ തുടങ്ങത്തുള്ളൂ. ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, നഴ്സസ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഭയങ്കര IPS IAS എല്ലാം ഉള്ള ഈ പ്രൊട്ടസ്റ്റിനകത്ത് ഈ ആൾ ഇത്രയും ബുദ്ധിമാന്മാരായിട്ട് ഈ ബൈബിൾ എടുക്കുമ്പോൾ മാത്രം ഇവർ പൊട്ടന്മാരാവും. ബൈബിൾ എടുക്കുമ്പോൾ ഇവൻ പൊട്ടണം. ഇതാ ഞാൻ വേഗം വരുന്നത് ബൈബിൾ എഴുതിയേക്കുക. ഈ IAS പഠിച്ചവനും ഇത് എടുക്കുമ്പോൾ പൊട്ടണ. വേഗം വരുന്നത് പറഞ്ഞാൽ 2000 വർഷത്തിന് ശേഷം വരും. ജഡ്ജ്മെന്റ്, ദ ഡേ ഓഫ് ദ ലോർഡ് ഈസ് ഓൾ അബൌട്ട് ഇസ്രായേലാണ് പ്രിയപ്പെട്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ദൈവം സത്യം പറഞ്ഞ നിയമം തന്നിട്ടില്ല. നമുക്ക് ദൈവം ഡയറക്റ്റ് തന്നത് പുത്രത്വമാണ്. അത് യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം മക്കളാകാൻ അധികാരം തന്നത്രേ ഉള്ളൂ. ദൈവമക്കളാകാൻ. ഇപ്പം ദൈവമക്കൾ എന്ന കോൺസെപ്റ്റ് അർത്ഥം എന്താ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ വളരുന്നത് നിയമത്തിൻ്റെ പേരിലാണോ? നിയമത്തിലാണോ? നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുന്നത് അവർക്ക് എന്തെങ്കിലും അനുസരിക്കുന്നുണ്ടാണോ? അനുസരിച്ചില്ലെങ്കിൽ കൊടുക്കത്തില്ലേ? പുത്രത്വത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി. അവൻ്റെ മക്കളാകാൻ അധികാരം ലഭിച്ചു. അപ്പം ജാതികളായ ജെൻറ്റൈൽസിന് കർത്താവ് നിത്യജീവങ്കിലേക്ക് പ്രവേശനം ലഭിച്ചു, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ട്രൂത്ത്. പക്ഷെ അത് പ്രസംഗിക്കത്തില്ല. നിത്യജീവങ്കിലേക്കുള്ള പ്രവേശനം ലഭിച്ചെന്നും നമുക്ക് നിത്യജീവൻ ലഭ്യമായി എന്നും ക്രിസ്തീയ സഭയെ പ്രസംഗിക്കുന്നതിന് പകരം പറയാം നമ്മൾ നിത്യതയിൽ അങ്ങ് പോകുമെന്ന്. ഏതോ ഒരു രാജ്യത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഞാൻ നിത്യതയിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്ന ആളല്ല നമ്മൾ. ഓൾറെഡി നിത്യത നിങ്ങളുടെ ഉള്ളിലാക്കിയിരിക്കുന്ന ബൈബിൾ പറഞ്ഞിരിക്കുന്നു. എറ്റേണിറ്റി ദൈവം നിങ്ങളുടെ ഉള്ളിലാക്കി തന്നിരിക്കുന്നു. സോ ഇത് ഭയങ്കര ഫേക്കാണ് ഈ ക്രിസ്തീയ ലോകം. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം എന്ന് പറഞ്ഞിട്ട് ലോകത്തിൻ്റെ കാര്യത്തിൻ്റെ പുറകെ പോകും. എത്ര വീടുണ്ടാക്കണം, എന്തെല്ലാം ചെയ്യണം, ഭൗതികമായിട്ട് എങ്ങനെ നേടാൻ പറ്റും, ഇങ്ങനെ ഓടുക. എന്നിട്ട് പ്രസംഗം എന്തോ നിത്യതയ്ക്ക് താങ്കൾ നിത്യതയ്ക്ക് വേണ്ടി എങ്ങനെ ഒരുങ്ങുന്നു പറഞ്ഞു തന്നെ. എങ്ങനെ? ഞാൻ ഇത് ഇഷ്ടം പോലെ കേട്ടു. നിത്യതയ്ക്ക് വേണ്ടി എങ്ങനെ ഒരുങ്ങാൻ പറ്റും? ഞാൻ പറഞ്ഞു വരുന്നൊരു സാരം, ആദ്യം വചനത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിത്യത എന്ന് പറയുന്നത് എന്തോ നിത്യം വടി ശ്രമിക്കും. എറ്റേണിറ്റി എന്ന് പറയുമ്പോൾ നിത്യമായി ഇൻഫിനിറ്റ് ആയിട്ടുള്ള ലൈഫ്. ഇൻഫിനിറ്റ് ലൈഫ് വേണം. എന്ത് വേണം? നിത്യജീവൻ വേണം. അപ്പോൾ യേശുക്രിസ്തു ഭൂമി വന്ന എന്തിനാ? നിത്യജീവൻ തരാനാണ്. അപ്പം നിത്യജീവൻ ലഭ്യമായ ദൈവമക്കൾ, എനിക്ക് നിത്യജീവൻ ഉണ്ട്. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞ വാക്കെന്താ? നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ എഴുതുന്നു എന്നാ. നിത്യജീവൻ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ ഒരു വിശ്വാസി ആദ്യം അറിയേണ്ട ട്രൂത്ത് എന്താണ്? ഐ ഹാവ് എറ്റേണൽ ലൈഫ്. എനിക്ക് നിത്യജീവനുണ്ട്. അപ്പം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നമുക്ക് കർത്താവ് തന്ന ജീവനിൽ എങ്ങനെ വിശ്വാസിയെ കൊണ്ടുപോവുക എന്ന കോൺസെപ്റ്റാണ് ജീവിക്കേണ്ടത്.
അല്ലാതെ ഈ ചത്തതിന് ശേഷം എവിടെയോണ്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ആരാ ഒരുങ്ങുന്നത് പ്രിയപ്പെട്ടവരെ? ഇതെല്ലാം കളിപ്പിലല്ലേ, കപടതയല്ലേ? ആരാ ഒരുങ്ങുന്നത്? അല്ല, അങ്ങനെ ഒരുങ്ങിയ ആളുകളെ ഒന്ന് കാണിച്ചു തന്നെ. ഇത് പ്രസംഗിക്കാൻ എളുപ്പമാണ്. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ഈ പറയുന്നവരെല്ലാം നല്ല ജോലിയും സമ്പത്തും ആസ്തിയും ഒക്കെ നിറച്ചുണ്ട്. എന്നിട്ട് പാവങ്ങളോട് പറയും, നിങ്ങൾ ഇന്ന് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ഞങ്ങൾ നാളെ എങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ച് ഒരുങ്ങുക. കപടതയാണിത്. അതുകൊണ്ട് മനസ്സിലാക്കുക, കർത്താവിന്റെ നാൾ എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ഡേ ആണ്. ഇറ്റ് ഈസ് ഓൾറെഡി ഹാപ്പൻഡ് ഇൻ AD 70. ഇത് മനസ്സിലാക്കണം. അപ്പം ഞാൻ എന്നോട് പറയാം, യഹൂദന്റെ പുതപ്പും യഹൂദന്റെ ഷൂവും യഹൂദന്റെ കോട്ടും എടുത്തുകൊണ്ട് യഹൂദൻ കളിക്കാതെ നീ കൃപയാലും കരുണയാലും ദൈവം നിനക്ക് ഇതിലേക്ക് പ്രവേശനം തന്നു എന്ന താഴ്മയുള്ള ബോധത്തോടെ ഒരു ദൈവത്തിന്റെ പൈതലായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം. ദൈവം നമ്മളെ കൊണ്ട് ദൈവത്തിന്റെ പദ്ധതി. അല്ലാതെ ഈ ബ്രദറിന് ആളുകൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ പ്രസംഗം കേട്ടു, ഭയങ്കരമായ വിശ്വാസത്യാഗം. ഈ തലമുറകൾ നോക്കൂ, ഈ തലമുറ ഇപ്പൊ പള്ളിയിൽ വരുന്നില്ല, ചർച്ചിൽ വരുന്നില്ല. നിന്റെയൊക്കെ ചർച്ച വന്നിട്ട് എന്താ കാര്യം? എന്ത് കാര്യം? അതിനേക്കാൾ നല്ല സന്തോഷം ലോകത്ത് വെളി കിട്ടുന്നുണ്ട് മനുഷ്യർ. അയ്യോ, ആ വിശ്വാസികൾ ചർച്ചിൽ വരുന്നില്ല, യങ്സ്റ്റേഴ്സ് ചർച്ചിൽ വരുന്നില്ല, ഭയങ്കര വിശ്വാസത്യാഗം സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ കർത്താവ് വരാറായി. എടാ എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവനെ, ഞാനൊരു കാര്യം ചോദിക്കുക. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഫോൾ അവേ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് റിവോൾട്ട്. കർത്താവിൻ്റെ നാൾ വരുന്നതിന് മുൻപ് വലിയ റിബലിയൻ ഉണ്ടാകും, റിവോൾട്ട് ഉണ്ടാകും. ഇറ്റ് ഈസ് ഹാപ്പൻഡ് ഇൻ AD 66. സീലൻസ് മൂവ്മെന്റ്സിലൂടെ സംഭവിച്ചു. ഭയങ്കര കലാപം ഉണ്ടായി. പിന്നെ ഞാൻ അധർമ്മമൂർത്തി എന്ന് എന്താണെന്ന് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. അത് നമ്മുടെ അച്ചാച്ചന്മാർ വിചാരിക്കുന്ന ഈ ആന്റി ക്രൈസ്റ്റാണ്. എനിക്കറിയത്തില്ല ഇതൊക്കെ എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. ആന്റി ക്രൈസ്റ്റ് വരുന്നുണ്ട്. ഏത് വിശ്വാസിയോട് ചോദിച്ചാൽ പറയും അന്തിക്രിസ്തു. എവിടെയാണോ അന്തിക്രിസ്തുവിനെ കുറിച്ച് എഴുതിയേക്കുന്നത്? വെളിപ്പാട് പുസ്തകത്തിൽ അന്തിക്രിസ്തു ഉണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വലിയ പാസ്റ്റർ 10,000 വിശ്വാസിയും കണ്ട് ഉള്ളിൽ അന്തിക്രിസ്തുവിന്റെ വാക്യം എടുത്ത് എവിടെ നിന്നറിയും? വെളിപ്പാട് പുസ്തകം 13 നിന്ന്. വെളിപ്പാട് 13 നിന്ന് അന്തിക്രിസ്തുവിന്റെ വാക്യം. കടലിൽ നിന്നൊരു മൃഗം കയറി വരുന്നുണ്ടെന്ന്, 10 കൊമ്പും 7 രാജമുടിയൊക്കെ ഉള്ളു. അത് ആന്റി ക്രൈസ്റ്റാണ്. കഷ്ടം. കടലിൽ നിന്ന് കയറുന്നു, കരയിൽ നിന്ന് വന്നു. വായിച്ചിട്ടുണ്ടല്ലോ. ഈ കരയും കടലും എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. 31-ാമത്തെ അധ്യായം പഠിക്കണം പോയി. 31. ഈ 31 എടുക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സാണ്. പിന്നെ യൂണിവേഴ്സൽ ഗാലക്സി, പിന്നെ മിൽക്കി വേ ഗാലക്സി, പിന്നെ ഈ സൗരയൂഥം, ഇതെല്ലാം നമ്മുടെ ചിന്തയിൽ വരുന്നത്. 31 സൗരയൂഥവും അല്ല, യൂണിവേഴ്സൽ ക്രിയേഷനും അല്ല, പിന്നെ ഗാലക്സിയെക്കുറിച്ചും അല്ല, പ്രപഞ്ചത്തെക്കുറിച്ചല്ല. 31 മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വെളിപ്പാടിൽ കിടന്ന് താനന്നാ പാടുന്നത്. കരയും കടലും എന്താ? നാളെ നമുക്കത് അടുത്ത വീഡിയോ ഞാൻ പറയാം. കരയിൽ നിന്ന് വന്ന മൃഗമേധ, കരയിൽ നിന്ന് വന്ന മൃഗമേധ, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് ഞാൻ പറയുമ്പം അയാൾ പറയാം, അയാൾ പൊട്ടൻ വിളിച്ച് പറയുകയാണ്. എനിക്കിഷ്ടംപോലെ പേരുണ്ട് കേട്ടോ. ദുരുപദേശകൻ, അന്തിക്രിസ്തു, എതിർ ക്രിസ്തു. എനിക്കതൊക്കെ ഇഷ്ടമുള്ള പേരുകളാണ്. ഐ ലൈക്ക് ഇറ്റ്. കാരണം ഈ ബൈബിൾ ഒരു പ്രാവശ്യം പോലും വായിക്കാത്തവനാണ് നമ്മളെ ദുരുപദേശമെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ഓക്കെ, ഞാൻ ആ വാക്കുകൾ വിടുക. ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞ കർത്താവിന്റെ നാൾ വരുന്നതിന് മുമ്പ് വിശ്വാസത്യാഗം സംഭവിക്കും എന്നതിന്റെ അർത്ഥം കർത്താവിന്റെ നാൾ വരുന്നതിന് മുൻപ് റിവോൾട്ട് ഉണ്ടാകും എന്നാണ്. നിങ്ങൾ ചരിത്രം വായിക്കണം. പറ്റുമെങ്കിൽ വാർ ഓഫ് ദ ജൂസ് പഠിക്കണം. എങ്ങനെയാണ് യെരുശലേമിന് നാശം വന്നത്, എങ്ങനെയാണ് ആ ജഡ്ജ്മെന്റ് അവിടെ ഉണ്ടായത്, സംഭവിച്ചത്. വലിയൊരു കലാപമുണ്ട്. അല്ലാതെ അത് പിന്മാറ്റമല്ല, വിശ്വാസത്യാഗമല്ല, പിള്ളേരെ ചർച്ച വരാതിരിക്കുന്നതല്ല. ഇതൊന്നുമല്ല കാര്യം. കർത്താവിൻ്റെ നാള് ജഡ്ജ്മെന്റ് വരുന്നതിന് മുമ്പ് യെരുശലേമിൽ അതിശക്തമായ നിലയിൽ കലാപമുണ്ടായി. ആ കലാപം അനുബന്ധിച്ചാണ് പിൽക്കാലത്ത് തുടർന്ന് അതിശക്തമായ പീഡനവും ന്യായവിധിയും ഒക്കെ അവിടെ ഉണ്ടായത്. മറക്കരുത്. ദിസ് ഓൾറെഡി ഹാപ്പൻ. തെസ്സലോനിക്കരോടാ പറഞ്ഞേക്കുന്നത് കേട്ടോ. തിരുവല്ലക്കാരോടല്ല, കുമ്പനാടുകാരോടും അല്ല, കോഴഞ്ചേരിക്കാരോടും അല്ല. തെസ്സലോനിക്കയിലെ ലോക്കൽ ചർച്ചിലെ വിശ്വാസികളോട് പറയാണ്, നിങ്ങൾ ഇനി യേശു വന്നു എന്ന് പറഞ്ഞ് പേടിക്കല്ലേ, ടെൻഷൻ ആവല്ലേ, പതറിപ്പോവല്ലേ. ഇതൊക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഭയങ്കര കലാപം ഉണ്ടാകും. സോ ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻ. ഒന്നുകൂടെ പറയാം, ക്രൈസ്റ്റ് ഹസ് ഓൾറെഡി കെയിം. ജഡ്ജ്മെന്റ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. റിവോൾട്ട് ഓൾറെഡി നടന്നു കഴിഞ്ഞു. കർത്താവ് പ്രത്യക്ഷനായത് കഴിഞ്ഞു. ഇതെല്ലാം സംഭവിച്ചതാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നല്ല ശ്വാസം നന്നായിട്ട് വലിച്ചിട്ട് ശ്വാസം നന്നായിട്ട് വിതക്കെ വിട്ട് റിലാക്സ് ആൻഡ് എൻജോയ് യുവർ ക്രിസ്ത്യൻ ലൈഫ്. മറ്റൊരാൾക്ക് നല്ലത് ചെയ്യുക. കഴിയുമെങ്കിൽ ആരെ ഉപദ്രവിക്കാതെ മറ്റൊരാൾക്ക് സ്നേഹത്തോടെ
സന്തോഷത്തോടെ അവർക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ആയുസ് കൊണ്ട് അത്രയേ ഉള്ളൂ. കാരണം നമ്മളെ ദൈവം പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നത് സൽപ്രവൃത്തിക്ക് വേണ്ടിയാണ്. ഈ ചർച്ചയിൽ കൊണ്ടുപോയിട്ട് കോടിക്കണക്കിന് ലക്ഷങ്ങൾ വാരിയെറിയുന്നതിന് പകരം നിങ്ങളുടെ അയൽവക്കത്തുള്ള പാവങ്ങൾക്ക്, പഠിക്കാനകത്ത് കൊച്ചുങ്ങൾക്കോ വീടില്ലാത്തവർക്കോ, ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു കേട്ടോ, വീടില്ലാത്തവർക്കോ കല്യാണം കഴിക്കാത്ത പിള്ളേർക്കോ വിദ്യാഭ്യാസത്തിന് ഇല്ലാത്തവരോ രോഗിയായി കിടക്കുന്നവർക്കൊക്കെ കുറച്ചും കൊണ്ട് നിങ്ങളുടെ ആ സ്വത്രാഴ്ചയുടെ കുറച്ചെടുത്ത് കൊടുത്താൽ മതി. ദൈവം വിളങ്ങത്തില്ല. ദശാംശം ഒന്നും കൊണ്ടൊന്ന് കൊടുക്കുക. ഒരു ദശാംശം ആരും കൊടുക്കണ്ട. കാരണം പുതിയ നിയമത്തിൽ ദശാംശമില്ല. പാസ്റ്റർമാർ എന്നോട് പിണങ്ങണ്ട. നിങ്ങൾ ദശാംശം പിരിക്കുന്നത് നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ കൊള്ളക്കാരാണ്. ദശാംശം നിങ്ങൾ നിർബന്ധമായിട്ട് പിരിക്കുന്നെങ്കിൽ യു ആർ തീഫ്. അത് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പം അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ സഹായിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എല്ലാം കൂടെ വാരിക്കൊണ്ട് ഇപ്പം ഉള്ളവനങ്ങ് വാരി കുമിഞ്ഞു കൂടുക, കൊണ്ട് വീണ്ടും കൊടുക്കുന്നു, അവൻ അറച്ച് സമ്പന്നനാകുന്നു, വിശ്വാസി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനല്ല. പാവങ്ങൾക്ക് കൊടുക്കുക, സാധാരണക്കാർക്ക് കൊടുക്കുക, സാധുക്കളായ ആളുകളെ കാണുമ്പോൾ അവർക്ക് കൊടുക്കുക. ഒരു വീടില്ലാത്തവനെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഞാൻ 7 കോടിയുടെ വീടാ വെക്കാൻ തീരുമാനിച്ചു, ഇപ്പോൾ അത് 11 കോടിയാവുന്നു. പെന്തിക്കോസുകാരനാ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ പടന്നു പോകാൻ വേണ്ടിയിരിക്കുക. 11 കോടിയുടെ വീട്. അപ്പൊ പറയും കർത്താവ് തോന്നുന്നു. എനിക്കിതിനകത്ത് പരാതിയൊന്നുമില്ല കേട്ടോ. നമുക്ക് ജീവിക്കാനൊക്കെ സ്ഥലം വേണം, അതൊക്കെ വേണം. പക്ഷെ ഒരു കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാം, നമ്മുടെ ജീവിതം എന്താണോ, നമ്മുടെ പഠനം എന്തോ, അതായിരിക്കണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് റിലാക്സ് ആയിട്ട് ജീവിക്കുക. ഈ കർത്താവ് വരുമെന്നും കാഹളം കേൾക്കുമെന്നും അന്തിക്രിസ്തു വരുമെന്നുള്ള ഈ വിഡ്ഢിത്തരങ്ങൾ വിശ്വസിക്കാതെ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു എന്ന് സഭയുടെ പ്രത്യാശയാണെന്ന് പറയണ്ട. സഭയുടെ പ്രത്യാശ ക്രിസ്തുവിൻ്റെ വരവല്ല. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അതാണ് മഹത്വത്തിൻ്റെ പ്രത്യാശ. ദ ഗ്രേറ്റ് ഹോപ്പ് ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഇൻ യു. ദാറ്റ് ഈസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. അതിൽ ജീവിക്കുക. കർത്താവ് എപ്പോഴായിരുന്നു രണ്ടാമത് വന്നത്? കർത്താവ് എപ്പോഴാണ് രണ്ടാമത് വന്നതെന്ന് ചോദിക്കാൻ ഒറ്റ ചോദ്യം ആൻസർ ഉണ്ട്. അതിനകത്ത് വന്നൊരു സഹോദരി ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞിട്ട് നിർത്തും. മത്തായി 24:1 താഴോട്ട് വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ദേവാലയത്തിൻ്റെ പണി കാട്ടിക്കൊടുത്തു. കർത്താവ് അവരോട് ഈ പറയുന്ന വാക്കുണ്ട്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിഞ്ഞു പോകുന്ന നാൾ വരുന്നുണ്ട്. അപ്പം ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവ് അത് എപ്പോൾ സംഭവിക്കും? അതാ ഈ കല്ലിന്മേൽ കല്ല് പൊളിഞ്ഞു പോകുന്ന കാലം എപ്പോൾ സംഭവിക്കും? അടുത്ത വാക്കാണ്, നിന്റെ വരവിനും കാലം അവസാനിക്കുന്നതിനും അടയാളമുണ്ട്. യേശുക്രിസ്തു രണ്ടാം വരവിൻ്റെ കാര്യം പറഞ്ഞില്ല, കാലാവസാനത്തിൻ്റെ കാര്യവും പറഞ്ഞില്ല. യേശുക്രിസ്തു ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഇത് പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞപ്പോൾ കേട്ട ശിഷ്യന്മാർക്ക് മനസ്സിലായി ഇത് പൊളിയുന്നതും കർത്താവിൻ്റെ പറോസിയായി കാലത്തിൻ്റെ അവസാനവും ഒന്നാണ്. യേശുക്രിസ്തു രണ്ടാമത് വന്നതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, യെരുശലേമിൽ പോയി നോക്കുക. അവിടെ വിലാപമതിൽ എന്തൊരു മതിലേ ഉള്ളൂ. യെരുശലേം ദേവാലയമില്ല. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പൊളിഞ്ഞുപോയി. ആ പൊളിഞ്ഞു പോയതാണ് ക്രൈസ്റ്റ് വന്നതിൻ്റെ തെളിവ്. പിന്നെ ശരീരമാകുന്ന സഭ, ശരീരവും തലയും ഒന്നാകുമ്പോൾ മാത്രമേ വെഡിങ് നടക്കത്തുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരണ്ടേ, നല്ല മാരേജ് ആകത്തുള്ളൂ. അപ്പം കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പം കർത്താവിൻ്റെ ശരീരമാണ് സഭയെങ്കിൽ മാരേജ് നടക്കണം. കൺസുമേഷൻ നടക്കാതെ എങ്ങനെ, മാരേജ് നടക്കാതെ എങ്ങനെ യേശുവിൻ്റെ ശരീരമാകുന്നത്? മാരേജിലൂടെ അല്ലേ ഒരു സ്ത്രീ പുരുഷനും ഒരു ശരീരമായി മാറുന്നത്. അപ്പോൾ യേശുവിൻ്റെ ശരീരമാകുന്ന സഭ യേശുവിൻ്റെ ശരീരമായി മാറണമെങ്കിൽ തലയാകുന്നവൻ ഉടലിൽ വന്നു ചേരണം. ഇതിനെക്കുറിച്ച് ഞാൻ ഒറ്റവാക്കി പറയാൻ പറ്റില്ല, ഒരുപാട് കാര്യങ്ങൾ ബൈബിളിലുണ്ട്. അപ്പോൾ ഉടലായ ശരീരത്തിലേക്ക് തലയാകുന്നവൻ വന്ന് ആണിക്കല്ല്, അതിനെക്കുറിച്ചാണ് ഈ ആണിക്കല്ല് കയറ്റുമെന്ന് വായിച്ചിട്ടുണ്ട് നമ്മൾ സിർബാബേൽ പുസ്തകത്തിൽ. കേപ് സ്റ്റോൺ എന്നാണ് പറയുന്നത്. റോഷ് ഷെബാൻ, തലക്കല്ല്. വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ല് തലക്കല്ലായി മാറിയത്. അപ്പം അത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ആ കല്ല് വന്ന് ശരീരമാകുന്ന ദേവാലയത്തിന്റെ ആത്മീയ ഗ്രഹത്തിന്റെ അവസാനത്തെ കല്ലായി, തലയുടെ തലക്കല്ലായി വന്ന് ഇറങ്ങുന്നതിന്റെ പേരാണ് രണ്ടാം വരവ്. അല്ലാതെ ഈ കുതിരപ്പുറത്ത് വരുന്നതല്ല. ഇറ്റ്സ് ഓൾറെഡി. കാരണം ദേവാലയം പൊളിഞ്ഞതിന്റെ അർത്ഥം എന്താ? മറ്റൊരു ദേവാലയം സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഒരു ദേവാലയം പൊളിച്ചു കളഞ്ഞതിന്റെ അർത്ഥം മറ്റൊരു ദേവാലയത്തിന്റെ അവസാനത്തെ കല്ലായ ക്രൈസ്റ്റ് വരിക. ഒന്ന് അക്ഷരീയമായ ആലയം, കൈകൊണ്ട് നിർമ്മിച്ച ആലയം. രണ്ട് കൈപ്പണി അല്ലാത്ത ആലയം. ഈ കൈപ്പണി അല്ലാത്ത ആലയത്തിന്റെ തലയായി ക്രൈസ്റ്റ് വന്ന് ഇറങ്ങുന്നതിന്റെ പേരാണ് പറോസിയ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞാനിത് ഒന്നുകൂടെ പറയാം. യെരുശലേം ദേവാലയം ഉണ്ടാക്കി ശലോമോൻ.
അത് ദേവാലയമായി മാറിയത് എപ്പോഴാണെന്നറിയാമോ? അത് അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം ഇറങ്ങിയപ്പോഴാണ്. അപ്പോസ്തലന്മാരെ കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടും അടിസ്ഥാനം ഇട്ട് പണിത് വന്ന ആത്മീയകരമാകുന്ന സഭയിൽ അത് യേശുവിന്റെ സഭയായി മാറിയത് ക്രൈസ്റ്റ് വന്ന് വരുമ്പോഴാണ്. ക്രൈസ്റ്റ് അതിന്റെ തലയായി വന്നപ്പോഴാണ്. അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയപ്പോഴാണ് യെരുശലേം ദേവാലയം ദൈവത്തിന്റെ ആലയമായി മാറിയതെങ്കിൽ, മനുഷ്യരെ കൊണ്ടും ആത്മീയ ഗ്രഹമായി പണിതു വന്ന സഭ ദൈവത്തിന്റെ സഭയായി മാറിയത് പുത്രൻ തമ്പുരാൻ അതിന്റെ തലയായി വന്ന് ഇറങ്ങുക. ആ കർത്താവ് തന്റെ ശരീരമാകുന്ന സഭയിലേക്ക് തലയായി വരുന്നതിന്റെ പേരാണ് പർവോസി. അതാണ് രണ്ടാം വരവ്. അപ്പം ഇന്ന് ചർച്ച് ഭൂമിയിലുള്ളതും യെരുശലേം ദേവാലയം ഭൂമിയിൽ ഇല്ലാത്തതുമാണ് ക്രൈസ്റ്റ് രണ്ടാമത് ഭൂമിയിൽ വന്നു എന്നതിന്റെ തെളിവ്. ഇതിൽ കൂടുതൽ തെളിവുണ്ടെങ്കിൽ ഇത് കൂടുതൽ തെളിവിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ചർച്ച് ഇന്ന് ഭൂമിയിലുണ്ടെങ്കിൽ, ആ ചർച്ചിന്റെ തല ക്രിസ്തുവാണെങ്കിൽ, യെരുശലേം ദേവാലയം നഷ്ടപ്പെട്ടുവെങ്കിൽ, നശിച്ചു പോയെങ്കിൽ, ദ പർവോസി ഈസ് ഓൾറെഡി ഹാപ്പൻഡ്. ഇനി ഇവിടെ കിടന്ന് കൂവി കുരച്ച് ഞങ്ങൾ വരും 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 എന്ന് പറഞ്ഞ് നിങ്ങൾ സമയം കളയുന്നതല്ല. എൻ്റെ പൊന്നു സഹോദരന്മാരെ, വരും വരും എന്ന് പറഞ്ഞവരെല്ലാം ചത്തു. ഈ വരുമെന്നുണ്ട്. ഇപ്പം യേശു വരുമെന്ന് പുസ്തകം എഴുതിയെന്നാണ്ട് ഏതോ മോർച്ചറിലല്ല സെല്ലിനകത്ത് ഇരിപ്പുണ്ട് എല്ലും കൂട്ടായിട്ട്. അവിടെ നിന്ന് പ്രത്യാശയോണ്ടിരിക്കുക. അപ്പം സഭയുടെ പ്രത്യാശയാണല്ലോ യേശുവിൻ്റെ വരുമെങ്കിൽ ആ സെല്ലിനകത്തിരിക്കുന്ന ആൾ എന്നാ പ്രത്യാശിക്കുന്നത്? അയാൾക്ക് പ്രത്യാശ ഉണ്ടാ? അയാൾ എന്നാ പ്രത്യാശിക്കുന്നത്? മണ്ണോട് ചേർന്ന് പോയവൻ എന്നാ പ്രത്യാശിക്കുന്നു? കർത്താവിന്റെ സഭയുടെ പ്രത്യാശ. 2000 വർഷമായിട്ട് പ്രത്യാശ ഇതുവരെ നടന്നിട്ടില്ല. ആരെ കളിപ്പിക്കുക ഇത്? പ്രൈസ് ദി ലോർഡ്. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും കിളിയില്ല. കിളിയെ കൂട്ടിപ്പിടിച്ചിട്ടേ കവുഞ്ഞേ. നിങ്ങൾക്കാർക്കും മനസ്സിലാക്കാം. കാരണം നിങ്ങൾ യേശു വരുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും. കുഴപ്പമില്ല, ഞാനീ പറഞ്ഞു വരുന്നത് വരത്തില്ല. നിങ്ങളിനി 1000 പേര് വിളിച്ചാലും വരത്തില്ല. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. നടന്ന സംഭവമാണ്. ഓക്കെ. അപ്പോൾ കർത്താവിൻ്റെ നാളെന്ന് പറയുന്നതും എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാൻ. കർത്താവിൻ്റെ നാള് വിശ്വാസത്യാഗം. കർത്താവിൻ്റെ നാളെന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റ് ഡേ ആണ്. ദ ഡേ ഓഫ് റിസറക്ഷൻ, ദ ഡേ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദ ഡേ ഓഫ് റിഡംഷൻ. ഇതെല്ലാം ഒരു സമയത്ത് സംഭവിക്കണം. എല്ലാം ജൂയിഷിൻ്റെ യഹൂദന്മാരുടെ ഓൾഡ് കവനന്റ് പീപ്പിളുമായിട്ടുള്ള ബന്ധത്തിലെ കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജോൺജിക്ക് മാത്രമല്ല എൻ്റെ പൊന്നു മക്കളെ ഇത് വെളിപ്പെട്ടത്. വിവരമുള്ള ഇഷ്ടംപോലെ പേർക്കുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഫുൾ പ്രിട്ടറിസത്തിലേക്ക് ഇപ്പോൾ വരുന്നു. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലെല്ലാം ആളുകൾക്ക് തലയിൽ ബോധമായി തുടങ്ങി. കാരണം ഈ കർത്താവിൻ്റെ വരവെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്തോ പുള്ളിയുടെ പേരെന്താണ്, ജോൺ ഹാഗി എന്ന് പറഞ്ഞ ഒരാൾ 5 മൂൺസ് ബ്ലഡ് മൂൺസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്നെ കൊണ്ടിപ്പോൾ പുസ്തകം. ആ പുസ്തകം വിറ്റ് അങ്ങേര് എത്രയോ കോടിക്കണക്കിന് രൂപ നേടി. ചുമ്മാതെ ചന്ദ്രൻ രക്തതുല്യമാവുമെന്ന്. ചന്ദ്രൻ എന്താണെന്ന് ജോൺ ഹാഗി മനസ്സിലാക്കണം ആദ്യം. അതറിയാം, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മേളിൽ കാണുന്നതാണ്. നമുക്ക് സൂര്യൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമുക്ക്. പക്ഷെ ജൂവിനെ സംബന്ധിച്ചോളം ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ, സൂര്യൻ നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്തോ. ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കണേ. ഇത് ജനങ്ങളെ കളിപ്പിച്ച് കുറേ കഴിയുമ്പോൾ ആൾ ബുദ്ധിയോടെ ചിന്തിക്കാൻ തുടങ്ങും. ഇതെന്താണ് ഇത്? 5 ബ്ലഡ് മൂണൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ 6, 7 ആയി, എന്നിട്ടും കർത്താവ് വന്നില്ല. ഇത് പ്രസംഗിക്കുന്നവർക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും കേട്ടോ. ഇപ്പം ജോൺ ലോറൻസിന് പൈസ ഇല്ല. കാരണം ജോൺ ലോറൻസ് ഈ വിഡ്ഢിത്തരങ്ങൾ പറയാനായിരുന്നെങ്കിൽ ഞാനിപ്പം മിനിമം ഒരു 3 വീടുണ്ടാക്കി ഒരു മെർസിഡീസ് ബെൻസ് ഒക്കെ വാങ്ങിച്ചേനെ. 100%. തമാശ പറയല്ല. ഞാൻ ഈ ബന്ധികോസുകാരൻ്റെ ഈ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് പ്രസംഗിക്കാനായിട്ടിരുന്നെങ്കിൽ, ഞാനൊന്ന് സ്റ്റെപ്പ് മാറ്റിയിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപ ഞാൻ ഉണ്ടാക്കിയത്. പക്ഷെ എനിക്കത് പറ്റത്തില്ല. കർത്താവ് വരുന്നു, ബൈബിൾ പഠിക്കാൻ തുടങ്ങി. എനിക്ക് മാത്രം വെളിപ്പെട്ടതല്ല എൻ്റെ കുഞ്ഞ്. ഇത് ലോകത്തെ വിവരമുള്ള എല്ലാവർക്കും മനസ്സിലായി വരുന്നൊരു സത്യമാണ്. പിന്നെ മാർട്ടിൻ ലൂതർ വരുന്നത് വരെ വിശ്വാസത്താലുള്ള നീതീകരണം എന്നൊരു സംഭവം വീണ്ടും നിങ്ങൾ കണ്ടതുപോലെ എന്ന് വാക്ക് ശ്രദ്ധിച്ചു. ഗലീലക്കാരതെ ഓക്കെ. ഞാൻ ഇടയ്ക്ക് വെച്ച് മാറിപ്പോയി. ഞാൻ ഇത് വായിക്കരുത്. കണ്ടതുപോലെ, അതായത് നിങ്ങൾ ഇവിടെ ബ്രദർ എഴുതിയേക്കുന്നത് കർത്താവ് സ്വർഗത്തിലേക്ക് പോകുമ്പോഴേ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയ യേശുവിനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. എത്ര പേര് കണ്ടു? 500 പേര് കണ്ടു. എങ്ങനെയാ പോയത്? ഒലിവുമല വെച്ച് പോയി. അപ്പോൾ എങ്ങോട്ടിറങ്ങി വരും? ഒലിവുമല വരും. എത്ര പേര് കാണും? ആ നാട്ടിലുള്ളവർ കാണും, അത്രേ ഉള്ളൂ. പോയതുപോലെ വരണ്ടേ?
ആ ലാൻഡിൽ പോയി, ആ ലാൻഡിൽ നിന്ന് പോയി ആ ലാൻഡിലേക്ക് വന്നു. ദിസ് കെയിം ദെയർ. അപ്പം നിങ്ങൾ ചോദിക്കും ഇനി ഒലുമല ഇതെല്ലാത്തിനും ഞാൻ വിശദീകരണം തരാം കേട്ടോ. ഒലുമല രണ്ടായിട്ട് പിളരുന്നു. നമ്മൾ ഞാനിത് ആരംഭത്തിൽ പഠിച്ചു തുടങ്ങുമ്പം സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. കർത്താവ്, ഇത് പല ചോദ്യങ്ങൾ വരുമല്ലോ, ഇതിനൊക്കെ ആൻസർ അങ്ങനെ. ഇന്ന് ഒരു ചോദ്യത്തിന് ആൻസർ കൊടുക്കാതിരിക്കാൻ ഒരു മടിയില്ല, ഒരു അധൈര്യമില്ല. ഏത് വാക്യം നിങ്ങൾ കൊണ്ടുവന്നാലും കൃത്യമായി ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിച്ച് തരും. എനിക്ക് ഇന്റർനെറ്റ് കൊണ്ട് ഞാൻ വ്യാഖ്യാനിക്കത്തില്ല. ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിച്ച് കൃത്യമായ നിലയിൽ അതിന് മറുപടി തരാനുള്ള കൃപ കർത്താവ് തരുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരെണ്ണം ഇതുവരെ കാണാത്തതുണ്ടെങ്കിൽ അതും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കുക. കർത്താവിൻ്റെ ആലയം, ദൈവത്തിൻ്റെ ആലയം ഭൂമിയിലുണ്ട്, സഭയുണ്ട്. ആ സഭയാണ് കർത്താവ് ഭൂമിയിലായിരിക്കുന്നതിൻ്റെ തെളിവ്. കർത്താവ് വന്നതിൻ്റെ തെളിവ് എന്തെന്ന് ചോദിച്ചാൽ യെരുശലേം ദേവാലയം. അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലായി, യഹോവയ്ക്ക് ഒറ്റ ആലയമേ ഉള്ളൂ. അത് ഒരു ആലയത്തെ സ്ഥാപിച്ചത്, അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച ആരംഭിച്ചത്, പഴയത് പൊളിച്ചത് പുതിയത് ആരംഭിക്കാൻ കാരണം ക്രൈസ്റ്റ് ആ സഭയിലേക്കാണ് വന്നത്. സഭയെ എടുത്തുകൊണ്ട് റാഞ്ചിക്കൊണ്ട് പോകാൻ വന്നതല്ല. ഇതെല്ലാം കഥകളാണ് ബ്രദർ, നല്ല രസമാണ് കേൾക്കാൻ. കാന്തൻ വരാറായി, ഞാൻ പോരായി, പ്രാക്കളെ പോലെ ഞാൻ പറന്നു പോകും, കാകളം ധ്വനിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഇത് കാനഡയിൽ അങ്ങോട്ട് പാട്ട് പാടുക. പൊന്മണി മാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം നാഥൻ എന്നെ തരും. എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പൊന്മണി മാല തരുമെന്ന്? ചുമ്മാ പാടുക. ഇവിടെ സ്വർണം കണ്ടാൽ മല ആണ്, സാത്താന്റെ ചീച്ചിയാണ് എന്നൊക്കെ പറയുന്ന ആള് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പൊന്മണി മാല കിട്ടും. പൊന്മണി മാല മാത്രമല്ല, അവിടെ വിസിൽ കിട്ടും. പിന്നെ സ്വർഗത്തിലെ അവിടെ ഇങ്ങനെ ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പം ബലൂൺ കിട്ടും. പിന്നെ പിപ്പി ഇതൊക്കെ കിട്ടും. പൊന്മണി മാത്രമല്ല, കരിവളം കിട്ടും. നിങ്ങൾ എന്തൊക്കെയാ പാടുന്നത്? ചുമ്മാ ഇരുന്നങ്ങ് പാടുക. പൊന്മണി മാലയവൻ കിട്ടും. പഠിക്കും, കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയും ഒരു ആശ്വാസം കണ്ടെത്തട്ടെ. കാത് കമ്മലൊരു 1/2 ഗ്രാം ഇടാൻ സമ്മതിക്കാത്ത ലോകത്ത് അവിടെയും ചെന്ന് കിട്ടുമെന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഓക്കെ, ഞാൻ നിർത്തുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചല്ലേ, ചുമ്മാ അതിനകത്ത് കുറച്ച് കമൻ്റൊക്കെ വന്നപ്പോൾ ഞാൻ മറുപടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ആരും ഒഫൻഡഡ് ആവണ്ട കേട്ടോ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ക്രൈസ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഈ ബൈബിളിലുള്ള എല്ലാ കാര്യങ്ങളും ഇനി ഭാവി സംഭവിക്കാൻ പോവുകയാണെന്നുള്ള ചിന്ത വിട്ടിട്ട് എന്താണ് നമ്മെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നുള്ള ബോധ്യത്തോടെ സന്തോഷത്തോടു കൂടെ മുമ്പോട്ട് പോകാൻ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാന്യമായ നിലയിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ഇടാൻ പറ്റും. ഞാനതിന് സൗകര്യപൂർവ്വം എനിക്കറിയാമെങ്കിൽ കൃത്യമായിട്ട് മറുപടി തരാം. അല്ലെങ്കിൽ അത് അത്യാവശ്യമുള്ളൊരു വിഷയമാണെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ അത് നിങ്ങൾക്ക് തന്നേക്കാം. അതുകൊണ്ട് പരിഹാസ രൂപേണ പറഞ്ഞല്ലോ, തമാശയുടെയൊക്കെ ചില കാര്യം പറയാൻ തെറ്റിദ്ധരിക്കല്ലേ പ്ലീസ്. ജോക്കായിട്ടൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. എനിവേ, സീരിയസ് ആവുക. കർത്താവിൻ്റെ നാളെന്ന് പറഞ്ഞാൽ ഇനി നാളെ സംഭവിക്കാനുള്ളതല്ല, ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ റിവോൾട്ടാണ്, അത് ഓൾറെഡി ഹാപ്പൻഡ്. സോ ഇതൊക്കെ ഭാവിയിൽ എന്നും നടക്കും എന്ന് പേടിച്ച് ജീവിക്കാതെ ധൈര്യത്തോടെ, സമാധാനത്തോടെ, അനുഗ്രഹത്തോടെ ജീവിപ്പാൻ കർത്താവിടെ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഇത് ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാവരോടും പ്രത്യേക സ്നേഹം പറയുന്നു, വന്ദനം പറയുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം.